മരിച്ചിരിക്കുന്നതും ഇവിടെ നിന്ന് മുന്നിലേക്കാണ്. സ്വാഭാവികമായും അത് പോലീസിനെ നീതി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ഈ കാണുന്നതല്ല. ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ ഇതുപോലുള്ള ആൾക്കാർ വേണ്ടത് നീതിയാണ്, അല്ലാണ്ട് കാശല്ല അല്ലേ? അപ്പൊ ഹരീന്ദ്രന്റെ വീടിന് മുമ്പിലുള്ള സത്യാഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് നീതി കിട്ടും. പുറത്തു വരാറുണ്ട്. മാത്രമല്ല മൂപ്പർക്ക് ആ ലൈസൻസിന്റെ ബോധവും കിടപ്പുണ്ട്. സമയമുണ്ടോ? കാശ് ടാക്സ് തന്നെ ഞാൻ ഹരീന്ദ്രൻ എടാ ഹരി, നീ നിന്റെ മറ്റേ പടത്തിലെ CBI കണ്ണോട്. എടാ ഞാൻ കൊല്ലത്തുനിന്ന് വന്ന വഴിയാണ്. അവിടെ ഈ കശുവണ്ടി കോർപ്പറേഷന്റെ ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇട മരങ്ങോട എന്ന പത്രം ഇരിപ്പുണ്ട്. അതിനു മുമ്പ് സകല ചാനലിലും 1000 വട്ടം ജോണി പെരിങ്ങോടൻ എന്ന് പറയട്ടെ. ഇതിന്റെ ഇടയിൽ കൂടെ അവന്റെ പൊളിച്ച പൊളിറ്റിക്സ് പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. ഡിവൈഎസ്പി ജോസഫ് മുനിയാണ് നടത്തുന്ന സംഘം അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി പോകുന്ന കാഴ്ചയുടെ ഡേയ്സ്. സാറേ പോലീസ് ഓഫീസർ ആകെ സാറിവിടെ ഉണ്ടായിരുന്നു? ആ, ഞാൻ രാവിലെ എത്തി. എന്തായി? അല്ല സാർ, ഞാൻ ജോസഫ് ഉണ്ണിയാണ്, DYSP. പക്ഷെ ഒരു കാര്യം സാർ ഇന്നലെ 11:28 കുരുവിള അയാളുടെ ഫോണിൽ, അതായത് അക്രമം കഴിഞ്ഞ് US പോകാനിരിക്കുക. എൻ്റെ വൈഫിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്. ഈ ലൈസൻസിൻ്റെ കാര്യം ഇപ്പോൾ ഇത്രയ്ക്ക് കുഴപ്പമായത് പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇന്നലെ കുറച്ച് കഴിച്ചിട്ടുണ്ട്. അയാളെ ഫോണിൽ വിളിച്ച് ചീത്ത പറഞ്ഞു എന്നുള്ള സത്യം. ഹരീന്ദ്രൻ ഞങ്ങളെ സംബന്ധിച്ച് മൊത്തം സിനിമാ പ്രവർത്തകരും അതിന് ആരോപണങ്ങളല്ലേ. ഇവിടെ നിയമവും പോലീസും ഒക്കെ ഉണ്ടല്ലോ. സത്യം. പിന്നെ തന്റെ പേരുള്ള കേസൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. സത്യത്തിൽ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഒരാൾ കയറി കളിച്ചു. അല്ല, ഇത് തെളിഞ്ഞാലും നമ്മൾ സിനിമക്കാർ തന്നെ മാറും. ഹലോ, ഞാനിവിടെ അവനൊരു പണി കൊടുക്കണല്ലോ. ഇതിന്റെ കൊട്ടേഷൻ എത്ര രൂപയ്ക്ക് പറയടാ. എന്താ നിനക്ക് പേടിയാവും? അതിൽ നിന്നെ തോൽപ്പിക്കാൻ ഏത് രാജ്യമുള്ളത്? നീ ഉമ്മർത്തിറങ്ങി പത്രക്കാർ बेटे को समझ आएगा भैया. ഞാൻ പോകും. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ടേ ഞാൻ പോകും. പ്രശസ്ത ഗായകൻ ജോൺ ലെനൻ വെടിയേറ്റ് മരിച്ചു. കൊന്നത് അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകർ. കനേഡിയൻ കോമഡി നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരാരാധിക്കുന്ന സെലിബ്രിറ്റിയുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഒരുതരം മാനസിക ബിമാരി. ശ്രീ കുരുവിള എന്റെ കടുത്ത ആരാധകനാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ 2 വർഷങ്ങളായി അദ്ദേഹത്തിന് എന്നോടുള്ള ആരാധനയുടെ ആഴം. പരിചയമുള്ളൊരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന നിലയ്ക്ക് ലൈസൻസ് ടെസ്റ്റുകളിൽ നിന്ന് എന്നെ ഒഴിവാക്കണം എന്നൊരിക്കൽ പോലും ഞാൻ ആവശ്യപ്പെട്ടു. ഒന്ന് അടുത്ത് കാണണം. അവിടെ എത്തിയപ്പോ നേരത്തെ പറഞ്ഞ ഈ സ്റ്റോക്കിംഗ് എന്ന അവസ്ഥയാണ് എനിക്ക് കുരുവിളയിൽ കാണാൻ സാധിച്ചത്. ആരാധകനായ ഒരു രോഗിയോടുള്ള സഹതാപം,
അതുകൊണ്ട് മാത്രമാണ് അതിനോടൊന്നും ഇന്ന് വരെ ഞാൻ മറുപടി പറയാൻ. ഞാൻ എന്ത് മറുപടി പറയാനാണ്? പോലീസ് അന്വേഷിക്കട്ടെ. RTO ഓഫീസ് ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞതല്ലേ. എല്ലാ ടെസ്റ്റുകൾക്കും MVI കുരുവിള സാറിന് മുന്നിൽ തന്നെ ഞാൻ ഹാജരാണ്. इसी के सामने देगा वो टेस्ट और ये दोबारा बदला निकालेगा शायद, ऐसा लग रहा है मुझे. आसानी से निकालने देगा. വിരോധമുള്ള ഒരാളുടെ മുന്നിൽ തന്നെ ടെസ്റ്റുകൾക്ക് ഹാജരാകുന്നത് ആത്മഹത്യപരമല്ലേ സാർ? അതെനിക്കറിയില്ല. മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. അതിനൊരു ഫോർമൽ റിക്വസ്റ്റ് ഞാൻ കൺസേൺ അതോറിറ്റീസിന് അയച്ചിട്ടുണ്ട്. സർ, ടെസ്റ്റുകൾ നേരിൽ കാണാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. इनको भी बुलाएगा वो. अब पता नहीं क्या चला था गाड़ी, क्या पता वहाँ सही से नहीं कर पाए. नहीं, ഇവിടുന്ന് കഷ്ടിച്ചൊരു കിലോമീറ്ററിലേ ഉള്ളൂ. നമുക്ക് നടക്കാം. उसे तो चला गया. इसके साथ वाले भी चले गए. सब चले गए. അതെ, നമുക്ക് തന്നെ പോയാലോ? ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ എന്ത് കാണിക്കാനാ? ഉപ്പ് കുറുക്കടാ. ബാബു എടുത്തോണ്ട് പോടാ. നടക്ക്. उसी बात बोलता हूँ. सत्याग्रह करेंगे. टोने टोट क्या कर रहा है? टेस्ट में फेल करने के लिए मैं देता रहता है उसको. ഇതെന്ത് ചെയ്യും? अच्छा, ये सारे एक्ट करने लगे थे. फैन एसोसिएट कर रहे हैं. वो पूरी तैयारी कर रहा है. रख रहे हैं गाड़ी में. അയാള് सोनी തോന്നുവോ? राव. IAS പരീക്ഷയൊന്നും അല്ലല്ലോ. ജയിക്കട്ടെ. പക്ഷെ തോൽപ്പിക്കാനായി उसको फेल कराने की तैयारी कर रहा है. ഭയങ്കര ജനാണല്ലോ സാറേ. अब सबके सामने हो रहा हो. आ गया. സർ तो थाने में जा रहा है. RTO हाँ, यहाँ मतलब ये तो फील्ड में होने वाला था टेस्ट शायद. अच्छा, अभी प्रेस कॉन्फ्रेंस कर रहा है. अच्छा, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ സാർ? വേണ്ട. ये भी आएगा. कॉन्फ्रेंस हॉल. अच्छा, यहाँ पर हो रहा है. अभी तो वैसा टेस्ट होगा ना. कैसे ड्रामा कर रहा है सबके सामने. उस दिन कैसे बोल रहा था ऐसे. अच्छा, ഓക്കെ ഓക്കെ. ഓക്കെ ഗുരുണ. पहले राउंड है शायद. टफ क्वेश्चन लार्क हो गया. കേൾക്കണം. ഒരു മോട്ടോർ കാറിന് എത്ര ചക്രങ്ങളുണ്ട്? ये तो बहुत आसान सा है.
ഓപ്ഷൻ സി 5 ചക്രങ്ങൾ. अच्छा स्टेफनी के साथ पूछ रहा था. हाँ. ഓപ്ഷൻ ബി 4 ചക്രങ്ങൾ. കുരുവിള ആ ചോദ്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. अच्छा 4 ही था इसका आंसर. कुछ और भी बोल रहा था. ये तो ऐसा नहीं होगा फिर क्या? शायद स्टार्टिंग में आपने कुछ नहीं लिखे हुए. സിഗ്നൽ കണ്ടാണ് നിങ്ങൾ വാഹനം നിർത്തുക. നിർത്ത്. ഓപ്ഷൻ കേട്ടിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. സി ചമക്. ये तो आसान है. കുരുവിള ഒരു ലേണേഴ്സ് ടെസ്റ്റിന് ഇത്രയൊക്കെ ഡെക്കറേഷൻസ് ആകാമെങ്കിൽ എന്റെ ഓപ്ഷനും കുറച്ച് ഡെക്കറേഷൻസ് अबे लाइट भाग गई. इसने आसान आसान क्वेश्चन क्यों लाया? ഉറക്കൊഴിച്ചിരുന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. ചോദ്യം നമ്പർ 3. ഒരു ഗട്ടർ റോഡിലൂടെ നിങ്ങൾ വാഹനം ഓടിച്ചു പോകും. അങ്ങനെ വന്നാൽ മാക്സിമം എത്ര സമയം വരെ കാർ നിർത്തിയിടാൻ നിയമപരമായി നിങ്ങൾ ബാധ്യസ്ഥനാണ്? ഓപ്ഷൻ എ. ये टफ क्वेश्चन है. कैसा क्वेश्चन है? ഓപ്ഷൻ ബി 4 മണിക്കൂർ. തെറ്റായ ഉത്തരം. गलत हो गया. 24 घंटे. സി മിസ്റ്റർ, ഇത് ചോദിക്കൂ സർ. ചോദ്യം നമ്പർ 4. लाइव टेलीकास्ट क्यों कर रहे हो? नहीं ऐसा थोड़ा होता है. ാൽ അവസാന തീർപ്പിനായി ജോയിന്റ് ആർടിഒ സാമുവൽ മോട്ടോർ വാഹന നിയമത്തിന്റെ ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിച്ചുകൊണ്ട് पूरी रात भर पढ़ी थी बुक, तब लाया था क्वेश्चन. ഇതിന്റെ ഈ പ്രശ്നം ഈ ആഗസ്റ്റിൽ സോൾവ് ചെയ്ത് കൊടുക്കും. ഫേസ് ടു ഫേസ് മുഖാമുഖം സംസാരം ഉണ്ടാക്കി തരണം. सरावे क्यों बार बार क्यों आया था? मैं ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള ഹരീന്ദ്രന്റെ ലേണേഴ്സ് ടെസ്റ്റ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. अच्छा 2 में से एक देना पड़ेगा. सही. കുരുവിള കമാൻ. ചോദ്യം നമ്പർ. വാഹനമെന്ന് കരുതി പോലീസ് നിങ്ങളുടെ വാഹനം ടോ ചെയ്തുകൊണ്ട് പോകാതിരിക്കുക. പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് എത്ര മണിക്കൂറിനകം? ഓപ്ഷൻ സി 24 മണിക്കൂർ. तो वैसे ही हुआ. शायद गलत दिया उसने. ഓപ്ഷൻ ബി 6 മണിക്കൂർ. ओ सही दे रहे हैं जवाब. कैसे दे रहे हैं जवाब? ऐसा तो नहीं उसने जान से आसान क्वेश्चन रखे हुए हैं, वैसे जिताना चाहता होगा क्योंकि उसका फैन तो है ही वो. पता नहीं शायद ये हो सकता है. आसान क्वेश्चन भी नहीं है. कुछ कुछ वैसे ही है. नहीं कुछ क्वेश्चन आसान डाले ना. ഓക്കെ മിസ്റ്റർ ഹരീന്ദ്രൻ. ओ पास कर दिया. എന്താ സർ? ഒരു ചോദ്യം കൂടി ബാക്കിയില്ലേ? अच्छा 10 सवाल है. എനിക്കങ്ങനെ മിനിമം മാർക്ക് വാങ്ങിച്ച് പാസ്സായ പോരെങ്കിലോ? അടുത്ത ചോദ്യം ചോദിക്കണം സർ. सब बच्चे भी क्या कर रहे हैं? स्कूल के बच्चे भी. നിങ്ങൾ വാഹനം ഓടിക്കും. ഓപ്ഷൻ സി. പറ.
गाली करो अच्छा दिया नहीं उसने जवाब अरे ये क्वेश्चन का तो जवाब दे ना दे कोई फर्क नहीं पड़ता कुछ तो सिंपली दिखाई നോക്കട്ടെ. इसके बीवी बच्चे कहाँ हैं किसी बच्चे तो स्कूल में किसी और गया यार तो अपने घर में है സൂപ്പർ സ്റ്റാർ ആയി. പിന്നെ നീ അവനെ വഴക്കൊന്നും പറയണ്ട കേട്ടോ. ആരെ? എല്ലാവരും അവനെ മുഴുവൻ കളിയാക്കി കൂക്കി വിളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ സംഭവം ടി വിയിലെ ചാനലിൽ മുഴുവൻ ലൈവായിരുന്നല്ലോ. स्कूल वाले भी टीवी पे दिखा रहे वो चीज़ें देखो बुरा असर हो गया उसका स्कूल में वो चीज़ दिखाने की जरूरत क्या थी उन्हें ആൾക്കാർ കൂവി വിളിക്കും. ഇത് ഗുസ്തി മത്സരമൊന്നുമല്ലല്ലോ. ഇപ്പൊ തന്നെ പപ്പനെ കൊണ്ടാണ് തോപ്പിക്കാനൊന്നും പറ്റൂല. ആ ലൈസൻസ് അങ്ങ് കൊടുത്തേക്ക്. ഇനി ഞാൻ ജയിച്ചിട്ട് എന്റെ മോൻ സ്കൂളിൽ പോയാൽ अभी इसे दोबारा आना पड़ेगा वहाँ 3 टेस्ट पास करने होंगे ना अच्छा Let's go. अभी लगा था हो गया Good job. Let's go one more round. ഹരി हाँ. अभी सिर्फ लर्निंग वाला चला सकता है ये പെട്ടെന്ന് പറയുമ്പോൾ अच्छा अभी तो लर्निंग वाला मिला होगा ना उसे इसके बीवी को क्या हो गया ഞാൻ सर्जरी करनी होगी थी ചെറിയൊരു ഗ്രോത്ത് ഉണ്ട്. ट्यूमर था इसकी बीवी को സർജറി उसी मूवी शूटिंग चल रही है ना वो बदरी നീ സുരക്ഷിതയാണ്. I ना love you. मूवी चल रही है ना वो ये अरे बद्री अच्छा डबिंग कर रहा है ഓക്കെ അല്ലേ? സാർ ഓക്കെ ആണ് സാർ. പക്ഷേ സാറിന് മാലയുടെ ലോക്കറ്റ് കിലുങ്ങുന്ന ചെറുതായിട്ട് लॉकेट पहने हुए थे അല്ലെങ്കിൽ അത് ഓക്കെ വെച്ചേക്ക്. മനോജെ അച്ഛയിലെ സൗണ്ട് ഒന്ന് कौन है इसकी शादी हो रही है കൊണ്ട് മുമ്പിൽ अच्छा वाइफ ही है इसकी അതിനുള്ള दिखी रही इसमें ഏതായാലും നമുക്ക് ഫ്രീ ആയിട്ട് 3 മുമ്പ് കിട്ടിയില്ല. वो भी सुन रहे हो अच्छा ആ റെഡി. ഓക്കെ ടേക്ക്. മീരേ वो लोग हंस रहे हैं പോയി നോക്കിയാലോ? അവരൊന്നും എനിക്ക് ഉണ്ടാക്കല്ലേ കേട്ടാ. പറ്റുമെങ്കിൽ ഇവിടെ വന്നിരുന്ന് കരഞ്ഞു നോക്കുക. അപ്പൊ അറിയാം വിഷമം. ये चीज उन्होंने भी सुन ली रिकॉर्ड कर दी उन्होंने आवाज അപ്പൊ ഈ നാറ് തന്നെയാണല്ലേ ഇത് ടെസ്റ്റില് അയാൾ ജയിക്കുന്ന തോന്നിയാൽ മാത്രം